ലീഗിന്റെ 2026 സീസൺ ആവേശകരമായി മുന്നോട്ടു പോകവെ വലിയ നാണക്കേടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നേരിടുന്നത്. ആദ്യ 3 മത്സരത്തിൽ ഒരു പോയിന്റ് പോലും നേടാത്ത ഏക ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നതാണ് ടീമിന് നാണക്കേടുണ്ടാക്കുന്നത്. 6ാം കിരീടം എന്ന വലിയ മോഹത്തോടെ എത്തിയ CSKയ്ക്ക് ആദ്യ 3 മത്സരത്തിലും കാലിടറി. 11 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ CSKയ്ക്ക് പ്ലേ ഓഫിലേക്ക് എത്തുക വളരെ ദുഷ്കരമായിരിക്കുകയാണ്. 4ാം മത്സരത്തിലൂടെയെങ്കിലും CSKയ്ക്ക് തിരിച്ചുവരവ് നടത്തേണ്ടതായുണ്ട്. ഇതിനായി ചില നിർണായക മാറ്റങ്ങൾ ടീം വരുത്തിയേക്കുമെന്നാണ് സൂചനകൾ. CSKയുടെ നിലവിലെ താരനിര ഉപയോഗിച്ച് ടീമിന് മുന്നോട്ടു പോവുക പ്രയാസമാണ്. എന്നാൽ ടീമിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നതാണ് വസ്തുത. CSKയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മാറ്റമുണ്ടായേക്കും. സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്ന് ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. രണ്ടുപേരും പെട്ടെന്ന് പുറത്താകുന്നത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ CSK സഞ്ജുവിന്റെയോ ഋതുരാജിന്റെയോ ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയേക്കും. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിലനിർത്തി ഋതുരാജിനെ 3ാം നമ്പറിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഉർവിൽ പട്ടേൽ CSKയ്ക്കായി മികച്ച പ്രകടനം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. നെറ്റ്സിൽ വെടിക്കെട്ട് നടത്തുന്ന ഉർവിൽ മധ്യനിരയിലേക്ക് വരുന്നത് CSKയ്ക്ക് കരുത്താകും. കാർത്തിക് ശർമ്മയ്ക്ക് സീറ്റ് നഷ്ടമാകാനാണ് സാധ്യത. അതേസമയം പ്രശാന്ത് വീർ പ്ലേയിംഗ് 11-ൽ തുടരാനാണ് സാധ്യത കൂടുതൽ. ഡെവാൾഡ് ബ്രെവിസ് 4ാം നമ്പറിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളുമുണ്ട്. താരം നെറ്റ്സ് പരിശീലനമടക്കം നടത്തി ഫോമിലേക്ക് എത്തിയെന്ന സൂചന നൽകുന്നുണ്ട്. ബ്രെവിസ് വരുന്നത് CSKയുടെ ആത്മവിശ്വാസം ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം MS ധോണി ടീമിനൊപ്പം ചേരാൻ ഇനിയും സമയമെടുത്തേക്കാം. ധോണിയുടെ അഭാവം ടീമിന്റെ നേതൃത്വത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ CSKയ്ക്ക് വലിയ തലവേദനകളാണ്. നിലവിലെ ബൌളർമാരെ ഫോമിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുക എന്നതാണ് CSKയുടെ മുന്നിലെ വഴി. CSK നൂർ അഹമ്മദിനെ ടീമിൽ നിന്ന് തഴഞ്ഞ് അക്കീൽ ഹൊസീനെ കളിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. CSKയുടെ സ്പിന്നർമാർ വേണ്ടത്ര മികവ് കാട്ടാത്തത് ടീമിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന കാര്യമാണ്. CSK തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നതിനാൽ ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തിലേക്ക് എത്താൻ സമയം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ CSKയുടെ ലക്ഷ്യം അക്കൗണ്ട് തുറക്കുക എന്നതാകും. എന്തായാലും CSKയുടെ ശക്തമായ തിരിച്ചുവരവ് ഇത്തവണയുണ്ടാകും എന്ന് തന്നെ കരുതാം. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച് പ്ലേ ഓഫിലേക്ക് എത്താൻ CSKയ്ക്കാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ സാധിക്കാത്ത പക്ഷം പരിശീലകൻ സ്റ്റീഫൻ ഫ്ലിമ്മിങ്ങിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ പറയാം. എന്നാൽ IPL 2026 സീസണിന്റെ തുടക്കത്തിൽ അടിപതറിയ ചെന്നൈ സൂപ്പർ കിങ്സ് ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ടീം മാനേജ്മെന്റ് നടത്തുന്ന നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേബി എബി എന്നറിയപ്പെടുന്ന ഡെവാൾഡ് ബ്രെവിസിന്റെ തിരിച്ചുവരവാണ്. സീസണിലെ ആദ്യ മത്സരങ്ങളിൽ ബ്രെവിസിന്റെ അഭാവം CSKയുടെ മധ്യനിരയിൽ വ്യക്തമായി പ്രകടമായിരുന്നു. സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ പ്രഹരിക്കാൻ ശേഷിയുള്ള ബ്രെവിസ് തിരിച്ചെത്തുന്നതോടെ ചെന്നൈയുടെ ബാറ്റിംഗ് നിര കൂടുതൽ കരുത്താർജിക്കും. സഞ്ജുവിനെതിരെ CSK ആരാധകരടക്കം വിമർശനമുന്നയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോഴിതാ വിമർശനങ്ങൾ ശക്തമായി ഉയരവേ നിർണായക നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസാന ഹോം മത്സരത്തിന് ശേഷം ടീം വിട്ട സഞ്ജു നേരെ നാട്ടിലേക്കാണ് പോന്നത്. ചെറിയ ഇടവേളയെടുത്ത് കുടുംബത്തോടൊപ്പം സമയം ചെലവിടാനാണ് സഞ്ജു ശ്രമിച്ചത്.